ഏഷ്യ കപ്പിൽ സൂപ്പർ ഫോറിലേക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് ടീം ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിനായി വെള്ളിയാഴ്ച തയ്യാറാവുകയാണ്. ഒമാനാണ് ഇന്ത്യയുടെ എതിരാളികൾ. സൂപ്പർ ഫോറിന് മുൻപുള്ള അവസാന മത്സരമായതിനാൽ പ്ലേയിങ് 11-ലെ ഏറ്റവും മികച്ച കോമ്പിനേഷനുകളിൽ തിരഞ്ഞെടുക്കുക തന്നെയായിരിക്കും ഒമാനെതിരായ മത്സരത്തിൽ ടീം ഇന്ത്യ ചെയ്യാനായി പോകുന്നത്. ടൂർണമെന്റിൽ ഇനിയും അവസരം ലഭിച്ചിട്ടില്ലാത്ത കളിക്കാരെ ഈ മത്സരത്തിലേക്ക് ടീം ഇന്ത്യ പരീക്ഷിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് കാണുന്നത്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും പ്ലേയിങ് 11-ന്റെ ഭാഗമായിരുന്ന ചില താരങ്ങൾക്ക് വിശ്രമം നൽകിക്കൊണ്ട് ഇതുവരെയും അവസരം ലഭിക്കാതിരുന്ന താരങ്ങളെ പ്ലേയിങ് 11-ലേക്ക് പരിഗണിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. ഈ ലിസ്റ്റിൽ ആദ്യം എത്തുന്നത് മലയാളി താരം സഞ്ജു സാംസന്റെ പേരാണ്. UAE, പാകിസ്ഥാൻ എന്നിവർക്കെതിരായ കഴിഞ്ഞ 2 മത്സരങ്ങളിലും പ്രധാന വിക്കറ്റ് കീപ്പറായി ടീം ഇന്ത്യ തിരഞ്ഞെടുത്തത് സഞ്ജുവിനെയായിരുന്നു. വിക്കറ്റിന് പിന്നിൽ അദ്ദേഹം മികച്ച പ്രകടനങ്ങളും കാഴ്ചവെച്ചിരുന്നു. ശുഭ്മാൻ ഗില്ലിന്റെ വരവോടുകൂടി ഓപ്പണിംഗ് സ്ഥാനം നഷ്ടമായതോടെ സഞ്ജുവിന് ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടുമോ എന്നത് സംശയമായി തന്നെ മാറിയിരുന്നു. ആദ്യ 2 കളികളിലും അദ്ദേഹത്തിന് ബാറ്റിംഗിന് അവസരം ലഭിച്ചതുമില്ല. ഒമാനുമായുള്ള അടുത്ത മത്സരത്തിൽ സഞ്ജുവിന് വിശ്രമം നൽകി പകരം ജിതേഷ് ശർമ്മയെ ഇന്ത്യ പ്ലേയിങ് 11-ലേക്ക് കൊണ്ടുവന്നേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് കാണുന്നത്. കഴിഞ്ഞ IPL-ൽ RCBക്ക് വേണ്ടി ഫിനിഷർ റോളിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച താരമായിരുന്നു ജിതേഷ് ശർമ്മ. ടീം ഇന്ത്യ വിശ്രമം നൽകിയേക്കാവുന്ന രണ്ടാമത്തെ താരം ഹർദിക് പാണ്ഡ്യയാണ്. സ്റ്റാർ സീം ബോളിംഗ് ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യ ബോളിംഗിൽ മാത്രമേ അദ്ദേഹത്തിന് ഇതുവരെയും ടൂർണമെന്റിൽ അവസരം ലഭിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ 2 മത്സരങ്ങളിലും സഞ്ജുവിനെ പോലെ തന്നെ ഹർദിക്കിനും ബാറ്റ് ചെയ്യാനായി അവസരം ലഭിച്ചിരുന്നില്ല. ഒമാനുമായുള്ള കളിയിൽ അദ്ദേഹത്തിന് വിശ്രമം നൽകി ഫിനിഷറായ റിങ്കു സിംഗിനെ ഇന്ത്യ പരീക്ഷിക്കാനിടയുണ്ട്. IPL-ൽ മികച്ച പ്രകടനങ്ങളുമായി കളം നിറഞ്ഞ സാഹചര്യത്തിലായിരുന്നു ഏഷ്യ കപ്പിലേക്ക് റിങ്കു സിംഗിന് അവസരം തെളിഞ്ഞത്. ഈ ലിസ്റ്റിലെ 3ാമത്തെ താരം ജസ്പ്രീത് ബൂംറയാണ്. സ്റ്റാർ പേസറായ ജസ്പ്രീത് ബൂംറയ്ക്ക് 3ാം മത്സരത്തിൽ ടീം ഇന്ത്യ വിശ്രമം നൽകിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് കാണുന്നത്. സൂപ്പർ ഫോറിൽ ഉൾപ്പെടെ ടീം ഇന്ത്യയെ സംബന്ധിച്ച് നിർണായക താരമാണ് ജസ്പ്രീത് ബൂംറ. അതുകൊണ്ട് ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന് വിശ്രമം നൽകാൻ തന്നെ ടീം ഇന്ത്യ തയ്യാറായേക്കും. ബൂംറയ്ക്ക് പകരക്കാരനായി അർഷ്ദീപ് സിംഗ് ആയിരിക്കും ഒമാനെതിരായ മത്സരത്തിൽ ഇന്ത്യയുടെ പ്ലേയിങ് 11-ലേക്ക് എത്തുന്നത്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.